ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ന്യൂസുകൾ വരുമല്ലോ, പോസിറ്റീവ് ന്യൂസ്, നെഗറ്റീവ് ന്യൂസ്. ഒരു കമ്പനീനെ പറ്റിയിട്ട് പോസിറ്റീവ് ന്യൂസ്, നെഗറ്റീവ് ന്യൂസ് വരും. അതുകൂടാതെ റെക്കമെൻഡേഷൻസ് വരും. ഇന്ന സ്റ്റോക്ക് ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ചാനലുകളാണ് വരുന്നത്, ന്യൂസ് ഏജൻസികളിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ന്യൂസിൻ്റെ ഉദ്ദേശം ശരിക്കും എന്താണ്? ശരിക്കും അത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണോ അതോ ഉപദ്രവിക്കാൻ വേണ്ടിയാണോ? മാർക്കറ്റിൽ നമുക്കറിയാം, മെജോറിറ്റി ആയിട്ടും രണ്ട് തരം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സാണുള്ളത്. ഇപ്പോൾ ഇൻവെസ്റ്റിംഗ് കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും, ഈ രണ്ട് തരം ഇൻവെസ്റ്റേഴ്സാണുള്ളത്. പിന്നെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് ട്രാൻസാക്ഷൻസാണ് നടക്കുന്നത്. ഒന്ന് ബയ്യിങ്, രണ്ടാമത് സെല്ലിങ്. നമുക്ക് അറിയാം, തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. ഈ ബയ്യിങ്ങും സെല്ലിങ്ങും നടക്കുമ്പം ഒരാളുടെ ലാഭം എന്ന് പറയുന്നത് മറ്റൊരാളുടെ നഷ്ടം തന്നെയാണ്. ഇപ്പം നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഞാനും നിങ്ങളുമൊക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. നിങ്ങളുടെ കാശ് നഷ്ടപ്പെടുത്തി അത് എനിക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഡയറക്റ്റ്ലി ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എനിക്ക് ലാഭം വേണം. എനിക്ക് ലാഭം വരണമെങ്കിൽ അത് ആരുടെ ആയിരിക്കും? മറ്റൊരാളുടെ നഷ്ടമായിരിക്കും ലാഭം വരിക. ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും, ഇവിടെ ട്രേഡേഴ്സ് എന്നും വിളിക്കാം കേട്ടോ, ട്രേഡിങ്ങിലും ഇത് ബാധകമാണ്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എത്ര തലകുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞാലും അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കാം. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ തമ്മിൽ കോമ്പറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം രണ്ടുപേരും നശിച്ചു പോയേക്കാം. ഇവർ തമ്മിലൊരിക്കലും കോമ്പറ്റ് ചെയ്യില്ല. പകരം ഇവർ ഇൻവെസ്റ്റേഴ്സിനെ, അതായത് ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ കൺഫ്യൂസ് ആക്കാൻ ശ്രമിക്കും, മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവരുടെ കാശ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് നന്നായിട്ട് ശ്രമിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അതിനവർ പല മാർഗ്ഗങ്ങളും സ്വീകരിക്കും. അവർക്ക് വിജയിച്ചേ പറ്റൂ, അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്ക് വിജയിച്ചേ പറ്റൂ. കോടികൾ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നവരാണ് അവർ. അപ്പം 100% അവർക്ക് അതിൽ വിജയിക്കണം, അവർക്ക് നല്ല ക്യാഷ് അതിൽ നിന്ന് ഏൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്യാഷ്, റീറ്റെയിലേഴ്സിൻ്റെ ക്യാഷ് പോയാലും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ കാണുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡെയിലി ചാർട്ടാണ്. ഇതിലിവിടെ ഒരു ക്യാൻഡിൽ, ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ ഈ അബ്നോർമൽ മൂവ്മെൻറ്റ് നടന്നത് 1/14/2019 ആണ്. താഴെ ഡേറ്റ് കാണാം. അപ്പോൾ 1/14/2019 എന്ന് പറയുമ്പോൾ 14/1, നമ്മൾ സാധാരണ പറയുന്ന പോലെ 14-ാം തീയതിയാണ്. ഈ മാസം തന്നെ 14-ാം തീയതി. ഇത് കണ്ടോ, ഇതിനൊരു അബ്നോർമൽ മൂവ്മെൻറ്റ്. എന്തേലും ഈ സ്റ്റോക്ക് പോയേക്കുന്നത് ഏകദേശം 180, 175, 177, 175 ഒന്നും പോയിട്ടില്ല. ഓക്കെ, 180 കൂട്ടാം. 180-ൽ നിന്ന ഒരു സ്റ്റോക്ക് ഇത്രയും ഒരു 195-ൻ്റെ മുകളിൽ, 198 പോയിൻ്റ് സംതിങ്. അപ്പോൾ ഇത്രയും വലിയ ഒരു മൂവ്മെൻറ്റ് നടത്തിയേക്കുന്നു ഈ ദിവസം. എന്തായിരിക്കും കാരണം? എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാതെ നടക്കിയല്ലോ. മേ ബി അന്ന് റിസൾട്ടായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അന്ന് ഒരു ന്യൂസ് എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ആ ന്യൂസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത്, ഇന്നെന്ന് പറയുന്നത് 14-ാം തീയതി, 14 ജനുവരിയിൽ വന്നേക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ബൈ ആണ്. ഇത് ബൈ ചെയ്യുക, ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്യുക എന്നും പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണ് വന്നേക്കുന്നത്. അന്ന് നോക്കുക, ആ ഒരു എത്രയാണ്, 195-ന് മുകളിൽ, 198, ഓക്കെ, 198-ന് മുകളിൽ പോയി ആ ഒരു ദിവസം. ആ ന്യൂസ് വന്നേക്കുന്ന ടൈം 2 മണി കഴിഞ്ഞിട്ടാണ് ന്യൂസ് വന്നേക്കുന്നത് തന്നെ. അപ്പോൾ അത് ഞാൻ ഒരു മീഡിയയിലേ നോക്കിയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ വലിയ വലിയ ആൾക്കാരാണ് പറയുന്നത്, വലിയ നന്നായിട്ട് അറിയാവുന്ന ആൾ, വലിയ പാരമ്പര്യമുള്ള ഫേം, അവരാണ് പറയുന്നത്. അപ്പോൾ ഇത് ബൈ ചെയ്തേക്കാമെന്ന് വെച്ച് റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാം ഓടി വന്ന് ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു മോഡിൽ, ഇവിടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ, നമുക്ക് ഏതാക്കി കിട്ടുന്നതെന്ന് അറിയത്തില്ല, നമ്മൾ ഓടി വന്ന് ബൈ ചെയ്യും.
146 അങ്ങനെ കണ്ട് അത്ര അതിൻ്റെ മുകളിലേക്കാണ് ടാർഗറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓക്കെയാണ്, ഒരു 200 താഴെ നമുക്ക് കിട്ടി. 46 ഏകദേശം 25% പ്രോഫിറ്റ് ഉടനെ റീസെൻ്റ്ലി കിട്ടും. ഇങ്ങനെ ഒക്കെ ഓർത്തിട്ട് നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യും. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഇവർ പറയുന്ന ആ പ്രൈസിലേക്ക് ഇതെത്തും, നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് ഓർത്തിട്ട് നമ്മൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു വലിയ വിലയിലാണ് നമ്മൾ ബൈ ചെയ്യുന്നത്, അല്ലേ, റീറ്റെയിൽ ട്രേഡേഴ്സ്. അപ്പോൾ ഇവിടെ ആരായിരിക്കും വാങ്ങുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുക? കാരണം ആരെങ്കിലും സെല്ല് ചെയ്താലല്ലേ ഇത് വാങ്ങാൻ പറ്റുള്ളൂ. നോർമലി ഈ ഒരു ഭാഗത്ത് റീറ്റെയിൽ ട്രേഡേഴ്സ് സെല്ല് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ഇങ്ങനെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിരിക്കും വാങ്ങുക, നമ്മളെപ്പോലെയുള്ളവരായിരിക്കും വാങ്ങുക ഈ ന്യൂസെല്ലാം കണ്ടിട്ട്. പക്ഷേ എപ്പം ആരെങ്കിലും ഇവിടെ സെല്ല് ചെയ്യാൻ വേണ്ടേ? ഇവിടെ സെല്ല് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതാരാണെന്നോ? അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽസ് ഇവിടെ സെല്ല് ചെയ്യും. അപ്പോൾ ഇവരിവിടെ സെല്ല് ചെയ്യണമെങ്കിൽ അവരെവിടെ നിന്നായിരിക്കും വാങ്ങിയേക്കുന്നത്? ഓക്കെ, അതിനും ഒരു ന്യൂസ് അതിൻ്റെ പുറകെ വരുന്നുണ്ട്. മാത്രമല്ല ഇവർക്കിപ്പം ഈ ഓപ്ഷനും ഫ്യൂച്ചറും ഒക്കെ കളിക്കുന്നവർക്ക് ഇപ്പോൾ ഫ്യൂച്ചർ ഇവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റും. കാരണം ഈ പ്രൈസ് പോയേക്കുന്ന കണ്ടില്ല. ഇപ്പം ഒരു ചെറിയ ഇന്ന് രാവിലെ ഒരു പച്ച കാണിക്കുന്നുണ്ട്, അറിയത്തില്ല അത് എങ്ങനെയാണെന്ന്. ഇന്ന് വല്ല ന്യൂസും ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഞാനത് നോക്കിയിട്ടില്ല. 170 അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില നോക്കിയോ 173 പോയി. ഏകദേശം അത് 198 വരെ പോയ സ്റ്റോക്ക് ഇപ്പം 173 25% ഡൗണ്. 25% അപ്പ് ആകുമെന്ന് പറഞ്ഞ സ്റ്റോക്ക് 25% ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സൊക്കെയാണ്, അവർ 7 പണ്ടേ പോയി കാണും സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ച്. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ പൈസ ഡെഡ് മണി ആയിട്ട് കിടക്കുകയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തു, നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് അത് വാങ്ങി, എന്നിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷന് വിരുദ്ധമായിട്ട് പോയി. അതിനെ സഹായിച്ചത് ഒരു ന്യൂസും. ഇനി അടുത്ത സംഭവം നോക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയാൽ ഇവിടെ നമുക്കറിയാം ഇത് ടാറ്റ മോട്ടോഴ്സ് നന്നായിട്ട് താഴേക്ക് വന്ന് ഒരു പരിധിയിലെത്തി. അപ്പം ഡെയിലി ഇത് താഴേക്ക് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ അപ്പുകളുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു പരിധിയിലെത്തിയിട്ട് ഏകദേശം ഒരു 10-ാം തീയതി ആ ഡിസംബറാണ് കേട്ടോ, 2018 ഡിസംബർ 10-ാം തീയതിയാണ് നല്ലൊരു താഴേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നെഗറ്റീവ് ന്യൂസാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ ഡേറ്റുകളിലൊക്കെ വന്ന നെഗറ്റീവ് ന്യൂസ് കാണാൻ പറ്റും. അപ്പോൾ ഈ നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ആരായിരിക്കും കൂടുതൽ പാനിക്കാകുക? പ്രൊഫഷണൽസ് ആണോ അതോ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണോ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണോ? തീർച്ചയായിട്ടും നമ്മളായിരിക്കും. നമ്മുടെ കയ്യിൽ പലരും ചോദിക്കുന്നതാണ്, എല്ലാവർക്കും അനുഭവമുള്ളതാണ് ഈ സംഭവം. ഇത്രയും ടാറ്റ മോട്ടോഴ്സ് ഇത്രയും താഴെ പോയി എന്താ ചെയ്യുക? സെല്ല് ചെയ്യണോ, ആവറേജ് ചെയ്യണോ, എന്താ ചെയ്യുക? ഭയങ്കര ലോസാണ്, 50%, 60% ലോസാണ്, എന്താ ചെയ്യാമെന്നും പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നതാണ്. ശരിക്കും ആ സമയത്ത് ഒരു നെഗറ്റീവ് ന്യൂസും കൂടെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? 12-ാം തീയതി ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. 12-ാം തീയതി ഒരു മീഡിയയിലേ നോക്കിയുള്ളൂ, പല മീഡിയയിൽ ഏതൊക്കെ ഡേറ്റാണെന്ന് അറിയില്ല. 12-ാം തീയതി വന്നേക്കുന്ന ന്യൂസ് എന്താ, നിഫ്റ്റി വൈപ്പ് ഔട്ടായി, ഉള്ള ഗെയിൻസ് മൊത്തം വൈപ്പ് ഔട്ടായി. അതിലേറ്റവും മെജോറിറ്റി നിൽക്കുന്ന സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ്. അതിലേറ്റവും പേഴ്സൻറ്റേജ് കൂടി പോയേക്കുന്ന സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസുകൾ, നെഗറ്റീവ് ന്യൂസൊക്കെ വരുമ്പോഴത്തേനും പിന്നെ ടാറ്റയ്ക്ക് അത് ഓരോ പ്രശ്നങ്ങൾ അത് ഇതെന്നും പറഞ്ഞിട്ട് ന്യൂസുകൾ വന്നേക്കുവാണ്. ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസ് വരുമ്പോഴത്തേനും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പാനിക്കാകും, അവർ സെല്ല് ചെയ്യും. അവരുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് അവർ സെല്ല് ചെയ്യും. അപ്പോൾ ഇവിടെ വാങ്ങാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു റേഞ്ചിൽ അവർ വാങ്ങി കൂട്ടുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ കാണിച്ചില്ല സെല്ല് ചെയ്യുന്നു, 14-ാം തീയതി 14 ജനുവരിയിൽ സെല്ല് ചെയ്യുന്ന ഒരു സംഭവം കാണിച്ചില്ലേ? 14-ാം തീയതിയിൽ ഒരു റെക്കമെൻഡേഷൻ കിട്ടിയിട്ട് ഈ സ്റ്റോക്ക് താഴേക്ക് പോകുന്നു. റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് സ്റ്റോക്ക് താഴേക്ക് പോകുന്നു. ആ സമയത്ത് റെക്കമെൻഡേഷൻ വന്നുകൊണ്ട് അവിടെ റീറ്റെയിലേഴ്സ് ബൈ ചെയ്യും. ആ സമയത്ത് ഇവിടെ ഇപ്പം ഈ നോക്കുക, നമ്മൾ 11-ാം തീയതി ഡിസംബറിൽ വാങ്ങിയേക്കുന്നത് റീറ്റെയിലേഴ്സ് ഇവിടെ പാനിക്കാവും. തീർച്ചയായിട്ടും പാനിക്കുക. നെഗറ്റീവ് ന്യൂസാണ്, പാനിക്കായിട്ട് അവർ കയ്യിലുള്ളതെല്ലാം വിൽക്കും. അതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാരിക്കൂട്ടും. അവർ വേറെ ഏതെങ്കിലും റേഞ്ചിൽ വിറ്റേക്കാം. ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേനും അത് നോക്കിക്കുക, 180 നല്ല പ്രോഫിറ്റ് അല്ലേ? എത്ര പേഴ്സൻറ്റേജായി പ്രോഫിറ്റ്? ചെറിയ പൈസയും കൊണ്ട് ഇവിടെ 198 അല്ലേ? നല്ല പ്രോഫിറ്റുകളാണ്. അപ്പോൾ ഈ ന്യൂസുകൾ വരുന്നത് ശരിക്കും നമ്മളെ സഹായിക്കാനാണോ അതോ നമ്മളെ ഉപദ്രവിക്കാനാണോ? ഒരു കാര്യം കൂടി ഓർക്കുക, റീറ്റെയിലേഴ്സിനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടോ? റീറ്റെയിലേഴ്സിനെ കൊണ്ട് ശരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉപകാരമുണ്ട്.
കാരണം അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ റീറ്റെയിൽ ട്രേഡേഴ്സാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് എപ്പോഴും നഷ്ടവും. അപ്പോൾ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ചിന്തിക്കുന്നോ അതുപോലെ നമ്മൾ ചിന്തിക്കണം. ന്യൂസ് നോക്കി ഡയറക്റ്റ് അല്ല, അതിൻ്റെ ഇൻഡയറക്റ്റിലേക്ക് പോകണം. ന്യൂസ് നോക്കിയിട്ട് ഡയറക്റ്റായിട്ട് ഇന്ന ന്യൂസാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാ റെക്കമെൻഡേഷനും ഓപ്പോസിറ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട് മാർക്കറ്റിൽ. ഓപ്പോസിറ്റ് കൂടുതലും മെജോറിറ്റി അതാണ്. അതായത് ആൾക്കാരെ പാനിക്കാക്കുമ്പം ഇതിങ്ങനെ ഈ ഒരു ന്യൂസ് വരുന്നതുകൊണ്ട് ആർക്കാ ഗുണം എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഒരിക്കലും ബ്ലൈൻഡായിട്ട് ആ വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയുന്നത്, റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്ന കോട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്ര കണ്ണിങ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സേ നല്ല ലാഭം ഉണ്ടാക്കുള്ളൂ. ഇല്ലാത്തവരെല്ലാം പെടുമായിരിക്കും. ഏത് സ്റ്റോക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏത് സ്റ്റോക്ക്, ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങണമെങ്കിൽ അതിന് മാനദണ്ഡം എന്താ? എന്തെങ്കിലും സംഭവം ഒന്നെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് അറിവുള്ളവർ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയ റെക്കമെൻഡേഷൻസ് കണ്ടിട്ടായിരിക്കും. വലിയ എക്സ്പേർട്ട്, ഇദ്ദേഹം വലിയ എക്സ്പേർട്ടാണ്, അദ്ദേഹം റെക്കമെൻഡേഷൻ തന്നു അപ്പം വാങ്ങിയേക്കാം. അതുമല്ലെങ്കിൽ വലിയ വലിയ PMSും കാര്യങ്ങളൊക്കെ നടത്തുന്നവർ, ഇപ്പം നമ്മുടെ പൊറിഞ്ചു വെളിയത്ത് പോലെയോ ജുഞ്ചുമാലേനെ പോലെയൊക്കെയുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ കൂടെ നമ്മളും വാങ്ങിക്കൂട്ടും. എന്നിട്ട് നമുക്ക് പറ്റുന്ന എന്താണ്? നമ്മളിത് ലോസിൽ വിൽക്കും. അവരൊക്കെ ലാഭത്തിലായിരിക്കും വിൽക്കുക, അവർക്കല്ലെങ്കിൽ വേറെ വല്ല കളികളും ഉണ്ടാകാം. എന്നാൽ ഇവർ വാങ്ങിയ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുമോ? അത് പറ്റുമില്ല ആ സമയത്ത്. കാരണം ഇപ്പം ഒരു വലിയ ഒരു ഇൻവെസ്റ്റർ, ഇന്ത്യയിലെ പേരുകേട്ട ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പം ആ സാധനം അവർ റിവീൽ ചെയ്യില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരു സ്റ്റോക്ക് വാങ്ങണേ, ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ പറയും, എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഇന്ന സ്റ്റോക്ക് വാങ്ങണം. അപ്പം ഞാൻ വാങ്ങിയ സ്റ്റോക്കും താഴെ തന്നെ, അതിലൊന്നും ഒരു സംശയമില്ല, അതും താഴെ തന്നെ. അപ്പം ഞാനിത് ഗ്രൂപ്പിൽ പറയും, ഞാൻ ഇന്ന സ്റ്റോക്ക് വാങ്ങുവാണ്. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ സ്റ്റോക്കാണെങ്കിൽ നിങ്ങളും പറയും, ഇത് ഞാൻ ഇത്ര വാങ്ങി, ഇത് വാങ്ങി എന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് പുറത്ത് വിടുവോ ഇല്ലയോ? വിടില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്ത് വിടില്ല. അവർ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ പല മാധ്യമങ്ങളിൽ കൂടിയായിരിക്കും ഇവർ വാങ്ങിയെന്നറിയുന്നത്. ഇവരിത് വാങ്ങിക്കഴിഞ്ഞ് ഇവർ പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർ പുറത്ത് വിടുവാണെങ്കിലും വാങ്ങിക്കഴിഞ്ഞിട്ടേ ഇവർ പുറത്ത് വിടും. അപ്പോൾ ആ വില ആയിരിക്കില്ല, ആ വില കയറിപ്പോൾ ഈ ന്യൂസ് പുറത്ത് വരുമ്പോഴത്തേനും ആൾക്കാർ, റീറ്റെയിലേഴ്സ് എല്ലാം കൂടെ ആ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടും, വില കയറ്റിക്കൊണ്ടുപോകും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളെ സഹായിക്കാനാണെങ്കിൽ ഒന്ന് പബ്ലിക്കിനൊരു നന്മ, നമ്മുടെ റീറ്റെയിലേഴ്സും അവരും കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ എന്നാണെങ്കിൽ, ഞാൻ ഇന്ന സ്റ്റോക്ക് വാങ്ങുവാണെങ്കിൽ ഞാൻ ആ വാങ്ങുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ കിട്ടിയാൽ നമുക്ക് ഗുണമുള്ളൂ. ഒരു ദിവസം മുമ്പേ പറയും, ഇന്ന സ്റ്റോക്ക് ഞാൻ വാങ്ങാൻ പോകാട്ടോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലുള്ള സംഭവം എന്താ? അവരുദ്ദേശിക്കുന്ന പ്രൈസിന് അവർക്ക് വാങ്ങാൻ കിട്ടില്ല. അതുകൊണ്ട് അവർ പറയില്ല. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ റീറ്റെയിലേഴ്സിൻ്റെ പൈസ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് നിലനിന്നേ പറ്റൂ. അവർക്ക് നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ലാഭം വേണം, ലാഭം കിട്ടിയേ പറ്റൂ. അവർക്ക് ലാഭം കിട്ടുന്നത് അത് ഏത് വഴിയാണെന്ന് അവർ നോക്കേണ്ട കാര്യമില്ല. അതാണ്. അപ്പോൾ അവർക്കും അറിയാം ഇതിൽ കുറേ പേര് പെടും എന്നവർക്കറിയാം. പക്ഷേ അതവർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഇനി നമുക്ക് മാധ്യമങ്ങളുടെ കാര്യം എടുക്കാം. ഈ മാധ്യമങ്ങൾക്ക് ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ഗുണം ആർക്കാ? പബ്ലിക്കിനാണോ? മാധ്യമങ്ങൾക്കാണോ? പ്രൊഫഷണൽസിനാണോ? ആർക്കായിരിക്കും ഗുണം? ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് മാധ്യമങ്ങൾക്ക് തന്നെയാണ് ഗുണം. അതിനുവേണ്ടിയാണ് അവർ. അല്ലാതെ റീറ്റെയിലേഴ്സിന് നന്മ വരണം എന്ന് കരുതി, നന്മ വന്നാൽ കൊള്ളാം, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർ ഈ റീറ്റെയിലേഴ്സും പിന്നെ പ്രൊഫഷണൽസും ഉണ്ടല്ലോ. അപ്പം ഇതിൽ ആരെയായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക? റീറ്റെയിലേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കെന്ത് കിട്ടാനാ? അവർക്ക് കാശ് കിട്ടണം. മാധ്യമങ്ങൾക്ക് പൈസ കിട്ടണം. അത് തന്നെയാണ് അവരുടെ എല്ലാ ബിസിനസ്സിനും പുറകെ ഒരു എയിമേ ഉള്ളൂ, പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള എയിമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. പിന്നെ റീറ്റെയിലേഴ്സും ഉണ്ട്, അതുകൂടാതെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇതിൽ ആരെ സപ്പോർട്ട് ചെയ്താലായിരിക്കും അവർക്ക് കൂടുതൽ ഗുണം കിട്ടുക? അവർക്ക് കൂടുതൽ ഗുണം കിട്ടുകയാണെങ്കിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് അവരുടെ വാക്കുകൾ അവർ പറയുന്നത്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരെ സപ്പോർട്ട് ചെയ്താലാണ് ഇവർക്ക് ഗുണം കിട്ടുക. കാരണം അവരുടെ ആർട്ടിക്കിൾസ് അവരെ വായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഈ ഒരു മാധ്യമത്തിന് ഗുണം കിട്ടണമെങ്കിൽ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന വാർത്തകൾ അതിൽ വരിക, അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻസ് വരിക, ഇതൊക്കെ രണ്ടു പേർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഗുണമാണ്, അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും ഗുണമാണ്. ഇപ്പം ഞാനൊരു സംഭവം, ഒരു ന്യൂസോ എൻ്റെ ഒരു വ്യൂവോ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വലിയ മാധ്യമത്തോട് ചെന്ന് പറഞ്ഞു, അവർ കേൾക്കുമല്ലോ, അവർക്കറിയത്തില്ല ഇതാര്, ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ, ഇയാളെന്താ പറയുന്നത്, അത് പ്രസിദ്ധീകരിക്കുക പോലുമില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ. അതേസമയം നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും.
അപ്പോൾ ഇതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല കളികളും കളിക്കും. അപ്പോൾ അതിലൊരു കളി മാത്രമാണ് ഈ ന്യൂസ്, പോസിറ്റീവ് ന്യൂസും നെഗറ്റീവ് ന്യൂസും അടിച്ചു വിടുന്ന ഒരു കളികൾ തന്നെയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓരോ കളികൾ മാത്രമാണ്. അതൊരു മെത്തേഡാണ്, ഒരു മെത്തേഡ്. ഇവർ പല മെത്തേഡുകൾ അവലംബിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടി അവർ എന്ത് മെത്തേഡും അവർ സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. ഒരു ന്യൂസ് കിട്ടിയാൽ അതിൻ്റെ റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്നുള്ള ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരു സ്റ്റോക്ക് അന്നേരം വാങ്ങണോ വിൽക്കണോ എന്നുള്ളതിന് ഡിസിഷൻ എടുക്കാൻ പറ്റും. മേജറായിട്ട് ഒരു കമ്പനീനെയോ ഒരു സെക്ടറിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്ഥിരമായ നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താ, ഈ സ്റ്റോക്ക് പിന്നെ മുകളിലേക്ക് പോവുകയാണ്. നമ്മളപ്പോഴത്തേനും വിറ്റ് പോകും ചെയ്യും, അത് കഴിഞ്ഞത് മുകളിലേക്ക് പോകും. അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല മുകളിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും ബൈ റെക്കമെൻഡേഷൻസ് വരിക. അപ്പം എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞു, എന്നാൽ പോലും ഒരുപാട് സംഭവങ്ങൾ ഇതുണ്ട്. ഈ ബൈ റെക്കമെൻഡേഷൻ നമ്മൾ വാങ്ങുകയും ചെയ്യും, പിന്നെ എന്ത് ചെയ്യും. അപ്പോൾ ഈ സാധനമെല്ലാം നമുക്ക് മനസ്സിലായി വരണമെങ്കിൽ വർഷങ്ങൾ പിടിക്കും. അത്ര ഉള്ള പൈസ മതി അവർക്ക്. നമ്മുടെ ഈ വർഷങ്ങൾ അപ്പോഴത്തേനും പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. മാർക്കറ്റ് ഈ ഒരു കെണികളിലേക്ക് വീഴാനായിട്ട് പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഓരോരോ ഷെയർ മാർക്കറ്റിലുള്ള ഓരോരോ കളികൾ. ഇത് നമ്മൾ മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കൊള്ളാമില്ലെങ്കിൽ നമ്മുടെ ഷെയർ മാർക്കറ്റ് ഗാംബ്ലിംഗ് ആണ്, സ്ഥിരമായിട്ട് നഷ്ടമാണ് എന്നൊക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. 246 ടാർഗറ്റ് പറഞ്ഞ സാധനം നമ്മൾ ബൈ ചെയ്തു. ഒരു 190-നോ 95-നോ ഒക്കെ ആ റേഞ്ചിന് ബൈ ചെയ്തു. അത് ഒരുപാട് താഴേക്ക് പോകുമ്പോൾ പാനിക്കായിട്ട് ഒരുപാട് പേര് വിൽക്കൂല, എന്തായാലും ഒരുപാട് പേര് അത് വിൽക്കും. അവിടെ വലിയ ലോസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നെ അതുപോലുള്ള ന്യൂസുകളെ ട്രസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വീണ്ടും നമ്മൾ കയറും. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ ന്യൂസ് കാണുന്ന ഒരാൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ ന്യൂസ് കാണും. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 300 എത്തി. ഒരു 300 എത്തിയ സമയത്ത് ഈ പഴയ ഇതിൻ്റെ റെക്കമെൻഡേഷനൊക്കെ തേടിപ്പോയി ഇത് കാണുന്നവർ പറയും, അയ്യോ അവർ 246 ഇത് വരുമെന്ന് പറഞ്ഞായിരുന്നു അന്ന്. എന്ന് 195 ആയിരുന്നപ്പം 246 വരുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ കണ്ടോ എത്രയാണ് കയറിപ്പോയിക്കുന്നത്. അവർ പറയുന്നത് വളരെ കറക്റ്റാണ് എന്നും പറഞ്ഞിട്ട് പുതിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇത് അട്രാക്റ്റ് ആവും. അതേസമയം ആ സാധനം ഇത്രയും താഴെ പോയെന്നോ ഒരുപാട് പേരുടെ പൈസ അതിൽ ട്രാപ്പായി പോയെന്നോ ഒന്നും ആരും ചിന്തിക്കില്ല. ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെപ്പോൾ 250 ആകുമ്പോൾ ആകുമോ അപ്പോൾ പിന്നെ ഈ ന്യൂസ് ഇട്ടവർ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഇതിട്ടവർ പറയും, കണ്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളന്ന് പറഞ്ഞില്ലേ 246 ആവുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ടത്, 250-ൻ്റെ മുകളിൽ ഇപ്പോൾ പോയില്ലേ എന്ന് പറയും. ഇതെപ്പോഴാണ് പോകുന്നത്? ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും, അല്ലെ അതും കഴിഞ്ഞിട്ടായിരിക്കാം. ചിലപ്പോൾ ഇത് താഴെ പോയി കഴിഞ്ഞിട്ട് ഇത്രയും താഴെ പോയി കഴിഞ്ഞിട്ട് എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസും അതെല്ലാം അടുപ്പിച്ച് പാനിക്കാക്കി കഴിഞ്ഞിട്ടായിരിക്കാം ഈ സംഭവം പോകുന്നത്. അതിൽ കാര്യമില്ല. പക്ഷേ ഇതും നമ്മൾ അത് 250-ൻ്റെ മുകളിൽ പോകുമ്പോൾ നമ്മളും ഇത് അവർ പറഞ്ഞത് കറക്റ്റായിരുന്നു കേട്ടോ, കുറച്ച് താഴെ പോയെങ്കിലും ഈ സംഭവം പിന്നെ മുകളിൽ പോയി, ഒരു വർഷം പിടിച്ചെങ്കിലും അങ്ങനെയും ചിന്തിച്ച് നമ്മൾ ഇത് ട്രാപ്പിൽ അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സൊക്കെ വീണ്ടും ട്രാപ്പിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്.